നമ്മൾ കാല് പിടിച്ച് വാങ്ങിച്ച ചാൻസ് അല്ലേ? എടാ, കൈയും കാലും പിടിച്ചതൊക്കെ സത്യം തന്നെയാ. അതെ, ഇവള് കുറച്ചു കാലം ഇതിൽ നിന്നും മാറി നിന്നോണ്ടല്ലേ എന്ന് കരുതി ഇവക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഇവക്ക് കിട്ടണം. എന്തിനൊക്കെ അറിയുന്ന എന്റെ സന്തോഷം കൊണ്ടാ മാഡം. ഞാനിനി ഭഗവാനോടൊന്നും ചോദിക്കില്ല. എന്റെ ദൈവത്തിന് ഞാൻ തൊട്ടല്ലോ. എന്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചല്ലോ. നന്ദിയുണ്ട് മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ഇറങ്ങട്ടെ മോളെ. പോട്ടെ. എന്റെ ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞല്ല തീരുക. എനിക്ക് ഈ സൗഭാഗ്യം നേടിത്തന്നല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കുണ്ട്. ഞാൻ തന്നോട് പറയാറില്ലടോ, എന്നെങ്കിലും ഒരിക്കൽ മറ്റാര് കാണുന്നതിലും ഭംഗിയായിട്ട് ശ്യാമ മേഡത്തിനെ താൻ കാണുമെന്ന്. ഇപ്പൊ തനിക്ക് വിശ്വാസമായോ? മാഡം അടുത്തുനിന്ന് പോയപ്പോ മനസ്സിലെന്തോ വല്ലാത്തൊരു ശൂന്യത പോലെ, ഏറ്റവും പ്രിയപ്പെട്ട ആരോ അടുത്തുനിന്ന് പോയതുപോലെ. അതങ്ങനെ തന്നെയല്ലേ, ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെയാണല്ലോ. ഇത്രയും കാലം ഞാനൊരു പാട്ടുകാരി ആവണമെന്ന് ആരെങ്കിലും ചോദിച്ചാല് ഞാനതിന് മറുപടി പറയില്ലായിരുന്നു. പക്ഷെ ഇനി ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പാടുന്നു. ഞാൻ ശ്യാമ മേഡത്തിന്റെ കൂടെ പാടിയിട്ടുണ്ടെന്ന്. അതെനിക്ക് കിട്ടിയ അവസര. ശരി, എന്നാ പിന്നെ നമുക്ക് പോയാലോ? മാഡത്തിന് വീണ്ടും ഒന്ന് കാണാൻ തോന്നുക എന്ന് പറഞ്ഞ് മേഡം പോയതിന്റെ പുറകെ പോവാനൊന്നും നിക്കണ്ട.
ഇപ്പൊ രണ്ടുപേരും നല്ല അടുപ്പല്ലേ, എപ്പോ വേണമെങ്കിലും പോയി കാണാലോ. ആ ആ, അതെ വാടോ. ഇനി തന്റെ സന്തോഷം കുറച്ച് ഞാൻ കൊടുത്താ. ഇതെന്തോന്നാണ് ഈ മോളെ ഇവര് ഈ കാണിച്ചു കൂട്ടുന്നേ? ഇതെന്താ ഇത്ര പറഞ്ഞു കൊടുക്കാനുള്ളത്? മുത്തശ്ശി, സിനിമ എങ്ങനെയൊക്കെയാ പ്രൊഡ്യൂസറിലെ കാശ് ചെലവാക്കുന്നേ. മുത്തശ്ശിക്ക് എന്താ കുഴപ്പം? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. ചെലവാക്കുന്നേ ചെലവാക്കട്ടെ. അവസാനം കുത്തുവാള എടുത്തേ നമുക്ക് തന്നെ ആ റോഡ് വക്കത്തിരിക്കുന്നത് കാണാം. ആഹാ, അത് കൊള്ളാമല്ലോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കവാത്ത് നടത്തുന്ന ഒരുത്തിക്ക് കൊടയും വെഞ്ചാമരവും. അപ്പൊ പിന്നെ ഞങ്ങളെന്താ മാങ്ങ പറിക്കാൻ വന്നതാണോ? മുത്തശ്ശി, ചുമ്മാ ഇരിയടി. ഡാ ചെറുക്ക, ഒരു കൊടയിങ്ങോട്ട് എടുത്തോണ്ട് വാ. എന്റെ കൊച്ചു വെയില് കൊള്ളുന്നത് കണ്ടില്ലയോ? ഡാ, അങ്ങോട്ടൊന്ന് പിടിച്ചു കൊടുക്ക്. ഇങ്ങനെ പിടിക്ക്, അങ്ങനെ. എടാ, നീ അങ്ങോട്ടൊന്ന് പിടിച്ചു കൊടുക്കടാ. കൊടുക്ക്. സർ, ഇത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഹൗ ക്യാൻ ഐ കോപ്പറേറ്റ്? ആ ശരത് എവിടെ? ശരത്, ഇപ്പൊ വരാം. എടോ, അവറ്റകളെ ഒന്ന് വിളിച്ചോണ്ട് പോകാമോ? സാർ, എന്താണോ ഈ കാണിച്ചു കൂട്ടുന്നത്? സെറ്റിലെ മാനേഴ്സ് പോലും അറിയാതെ. ഇനി ഇതിവിടെ ആവർത്തിക്കാൻ പറ്റില്ല. അവരെ ഈ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഒന്ന് പോടോ. പ്രിയങ്ക, ഞാൻ പറഞ്ഞതല്ലേ, പ്രിയങ്ക അഭിനയിക്കാൻ പോകുന്ന വേഷം ഏതാണെന്ന് അറിയാലോ. ഹീറോയിന് കൊടുക്കാൻ പറ്റുന്ന സൗകര്യം പ്രിയങ്കയ്ക്ക് തരാൻ പറ്റുമോ? അത് മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ? നമ്മൾ കാല് പിടിച്ച് വാങ്ങിച്ച ചാൻസ് അല്ലേ? എടാ, കൈയും കാലും പിടിച്ചതൊക്കെ സത്യം തന്നെയാ. അതെ, ഇവള് കുറച്ചു കാലം ഇതിൽ നിന്നൊന്ന് മാറി നിന്നോണ്ടല്ലേ. എന്ന് കരുതി ഇവക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഇവക്ക് കിട്ടണം. അവക്ക് മാത്രമല്ല, ദേ ഇങ്ങോട്ട് നോക്കണം, എനിക്കും കിട്ടണം.